ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഉസ്താദ് അവറുകൾ, മറ്റു എൻ്റെ മുതല്ലിം സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1500-ാം ജന്മദിനത്തിൻ്റെ ഭാഗമായി മുദഹിറുസ്സുന്ന ദർസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈദ് റബീൻ്റെ വേദിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇസ്ലാമിലെ സൗഹൃദം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങളോട് സംസാരിക്കാം. സൽഗുണ സൗഹൃദ ബന്ധത്തിന് അളവറ്റ പ്രോത്സാഹനം നൽകിയ മതമാണ് വിശുദ്ധ ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്നു, എൻ്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുകയും സന്ദർശിക്കുകയും കൊടുക്കുകയും ഒന്നിച്ചിരിക്കുകയും ചെയ്യുന്നവർക്ക് തീർച്ചയായും എൻ്റെ സ്നേഹം ലഭിക്കും. ഏതൊരു പദ്ധതിയുടെയും ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നതിൽ ആളുകൾക്ക് നല്ല പങ്കുണ്ട്. ഇസ്ലാമിൻ്റെ കാര്യം വ്യത്യസ്തമില്ല. സ്വന്തം ജീവിതത്തിൽ അത് പകർത്തുകയും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ള യജ്ഞത്തിൽ ഒറ്റക്കെട്ടായി അണിനിരക്കുകയും ചെയ്യുന്ന ആളുകളുടെ നിറസാന്നിധ്യമാണ് ഇസ്ലാമിന് ഉണർവ് നൽകുന്നത്. അതിനാവശ്യമായ ചില ഗുണങ്ങളാണ് ഉപരിസൂചിത ഹദീസിൽ എണ്ണി പറയുന്നത്. അള്ളാഹുവിൻ്റെ പേരുള്ള പരസ്പരം സ്നേഹം, ആ സ്നേഹവും ബന്ധവും ഊട്ടി ഉറപ്പിക്കാൻ ഉതകുന്ന സൗഹൃദ സന്ദർശനങ്ങൾ, അള്ളാഹുവിന് വേണ്ടി സമ്പത്തും സമയവും അധ്വാനവും ചിലവഴിക്കാനുള്ള സന്നദ്ധത, ഇസ്ലാമിന് വേണ്ടിയുള്ള സംഗമങ്ങൾ, പരസ്പരം ഗുണകാംക്ഷ തുടങ്ങിയവ അതിലെ സുപ്രധാന വശങ്ങളാണ്. യാതൊരു ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ കൈവരുന്ന സൗഭാഗ്യമാണ് നല്ല സുഹൃത്തുക്കൾ. ഭൗതിക താല്പര്യങ്ങളിൽ നിന്നും മുക്തമായ സൗഹൃദത്തിന് മാറ്റുകൂടും. ആദർശത്തിൻ്റെ പേരിലുള്ള സൗഹൃദമാണെങ്കിൽ അതിൻ്റെ തിളക്കം വീണ്ടും വർദ്ധിക്കുന്നു. പക്ഷേ അത്തരം സൗഹൃദങ്ങൾ കുറവാണെന്ന് മാത്രം. ആദർശ സഹോദരങ്ങളെ അള്ളാഹുവിന് വളരെ ഇഷ്ടമാണ്. അവരിൽ ഒരാൾ അവരനെ സന്ദർശിക്കാൻ ഇറങ്ങിയാൽ അവന് മലക്കുകളുടെ ആശീർവാദം ഉണ്ടാകുമെന്നും അത് സ്വർഗത്തിൽ ഒരു പ്രത്യേക ഭവനം ലഭ്യമാവാൻ ഇടയാകുമെന്നും ഹദീസുകളിൽ കാണാം. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുക എന്നത്, അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുന്നതിനേക്കാൾ വലിയ സൗഭാഗ്യം വേറെ ഇല്ല. ഒരേ ആദർശത്തിൻ്റെ വാക്താക്കൾ എന്ന നിലക്കുള്ള സൗഹൃദത്തിൻ്റെയും കൂട്ടായ്മയുടെയും മഹാത്മ്യമാണ് മുകളിൽ ഉദ്ധരിച്ച ഹദീസിൻ്റെ പ്രമേയം. സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, സൗന്ദര്യം, സഹപഠനം, സഹവാസം, സഹപ്രവർത്തനം തുടങ്ങിയവയെല്ലാം സൗഹൃദത്തിൻ്റെ അടിസ്ഥാനമാവാറുണ്ട്. എന്നാൽ സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദാസന്മാരാണെന്ന ഒറ്റ കാരണത്താൽ പരസ്പരം സ്നേഹിക്കുകയും ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഒരുമിച്ചിരിക്കുകയും ആ ബന്ധം ഊട്ടി ഉറപ്പിക്കാൻ പരസ്പര സന്ദർശനങ്ങൾ ശീലമാക്കുകയും അള്ളാഹുവിന് വേണ്ടി സമ്പത്തും സമയവും അധ്വാനവും ചിലവഴിക്കുകയും അള്ളാഹുവിന് വേണ്ടി അമൂല്യമായി എന്തും ത്യജിക്കാൻ അവർക്ക് പ്രചോദനമായത് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുമെന്ന പ്രതീക്ഷയാണ്. അത് ലഭിച്ചാൽ പിന്നെ എല്ലാം വ്രതം, ലഭിച്ചില്ലെങ്കിലോ മറ്റെന്ത് കിട്ടിയിട്ടും വലിയ പ്രയോജനം ഉണ്ടാവില്ല. ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഒരാൾ തൻ്റെ ആദർശ സഹോദരനെ സന്ദർശിച്ചാൽ അള്ളാഹുവിൻ്റെ സബാനിയാക്കളായ മലക്കുകളോട് പറയും, എൻ്റെ പേരിൽ എൻ്റെ ദാസൻ ഒരാളെ സന്ദർശിച്ചിരിക്കുന്നു, അതിനാൽ അവനെ സൽക്കരിക്കേണ്ടത് എൻ്റെ ബാധ്യതയാകുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്. നിസ്വാർത്ഥമായ സൗഹൃദത്തിൽ മാത്രമേ ഇങ്ങനെയൊരു ദൃശ്യം കാണാവുകയുള്ളൂ. മുസ്ലിം സമൂഹത്തിലെ ഓരോ അംഗത്തെയും തൻ്റെ ശരീരത്തിലെ ഒരു അവയവം പോലെ കാണുന്നവനാണ് വിശ്വാസി എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ വിശ്വാസികൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആയമാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഒരു ബന്ധം വളർത്തിയെടുത്താൽ ലഭിക്കുന്ന സമ്മാനമാണ് അള്ളാഹുവിൻ്റെ സ്നേഹം. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുക എന്നത് നിസ്സാരമായ കാര്യമല്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയുന്നു, അള്ളാഹു ഒരു ദാസനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയും, എൻ്റെ ദാസൻ എന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതിനാൽ അവനെ ഞാൻ സ്നേഹിക്കുന്നു. പിന്നീട് നബി തങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയും, നീയും അയാളെ സ്നേഹിക്കുക. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം അയാളെ സ്നേഹിക്കും. പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാം വാനലോകത്ത് പോയിട്ട് ഇപ്രകാരം വിളംബരം ചെയ്യും, അള്ളാഹു ഇന്നയാളെ സ്നേഹിച്ചിരിക്കുന്നു, അതിനാൽ നിങ്ങളും അയാളെ സ്നേഹിക്കുക. അള്ളാഹുവിന് വേണ്ടി സ്വാർത്ഥ താല്പര്യങ്ങളില്ലാതെ ഒരാളെ സ്നേഹിക്കുക എന്നത് ഈമാനിൻ്റെ മാധുര്യം ലഭിക്കാൻ ഉണ്ടാവേണ്ട 3 കാര്യങ്ങളിൽ നിന്നും ഒന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് വ്യക്തമാക്കി. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിച്ചവർക്ക് അന്ത്യനാളിൽ ഒരു പ്രത്യേക തണൽ ലഭിക്കുമെന്നും അവർക്ക് ലഭിക്കുന്ന സ്ഥാനവും പ്രതിഫലവും കണ്ട് പ്രവാചകന്മാരും ശുഹദാക്കളും വരെ അത് കിട്ടാൻ കൊതിക്കുമെന്നും ഒക്കെയുള്ള ഹദീസുകൾ ദൈവമാർഗത്തിലെ സൗഹൃദത്തിൻ്റെയും ഹദീസുകളാണ് വ്യക്തമാക്കുന്നത്.
അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന ദുആയോടെ ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.